ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോപാലൻ ഷാനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്ന് കാണുമ്പോൾ ശാരദാമ്മ പറയാണ് അവളുടെ അനിയത്തിയാണ്, അതായത് അവൾ അമ്മയായാണ് ഷാമയെ കാണുന്നത്. നിങ്ങളെ പോലെ പാതി വഴിയിൽ ഇട്ടെറിഞ്ഞ സ്വഭാവം അവൾക്കില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. പോകുന്ന സ്വഭാവമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോപാലൻ എന്ത് പറയാൻ, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന ഭാവത്തിൽ ഗോപാലൻ നിൽക്കുന്നു കേട്ടോ. ഇതേ സമയം കാർത്തികയാണ് കാണിക്കുന്നത്. കാർത്തിക താൻ ഇങ്ങനെ ഫോൺ ഉപയോഗിച്ചിരിക്കുമ്പോൾ വിഷ്ണു അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തിലാണ് വരുന്നത്. അത് കാണുന്ന കാർത്തികയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി. അങ്ങനെ ദേഷ്യത്തോടു കൂടി കാർത്തികയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ കാർത്തിക അവിടെ നിന്നും പോകാൻ ഒരുങ്ങുമ്പോൾ പോവല്ലേ, അവിടെ നിൽക്കുകയെന്ന് വിഷ്ണു പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ കാർത്തിക പറയാം, ഒരു കോഫി എടുത്തിട്ട് വരാൻ പൊന്നിയോട് പറയാനാണ്. അതെ, ഇവിടെ പൊന്നിയെ നിർത്തിയിട്ടുണ്ട്, നീ കോഫി എടുക്കണമെന്നില്ല, നിന്റെ ഡ്യൂട്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുക. അത് കേൾക്കുന്ന കാർത്തിക ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഈശ്വര, ഇയാളുടെ സ്വഭാവം എന്നത്തേതിനേക്കാൾ മോശമാണല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ കാർത്തിക നിൽക്കുകയാണ്. ഈ സമയം വീണ്ടും പറയുന്നത്, അതെ നിന്നോട് കോഫി എടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുക. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇവിടെ ശരിക്കും എന്തിനാണ് ഇരിക്കുന്നത്? അത് കേൾക്കുന്ന കാർത്തിക പറയണേ, എന്താ വിഷ്ണുട്ടാ ഇങ്ങനെ ഒരു ചോദ്യം? അതെ, ഞാൻ നിന്നോട് ചോദിച്ചതിന് മറുപടി പറയാം. നീ എനിക്കും ഷാലിനിക്കും ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണോ? ഇന്നലെ രാത്രി നീയാണ് അമ്മയെ എൻ്റെ റൂമിലോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. അത് കേട്ട ഉടൻ തന്നെ കാർത്തിക പറയണേ, എന്താ ഈ ഈശ്വര ഈ പറയുന്നത്? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കതിൻ്റെ ആവശ്യം എന്താ? ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ലല്ലോ, വിഷ്ണുട്ടനെ അറിയാലോ. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഈ കൊക്കയിൽ പോയി ചാടാൻ പോകുമ്പോൾ ചാടിക്കോട്ടെ എന്ന് കരുതി ഇരുന്നാൽ മതിയായിരുന്നു. എന്നാൽ ഈ ചതി നീ എന്നോട് ചെയ്യില്ല, പിന്നെ ഞാൻ ചെയ്യാനോ? എന്താ ഈ പറയുന്നത്? ഇത് കേട്ട വിഷ്ണുവിന് അങ്ങ് ദേഷ്യം പിടിക്കണം. മതി, നിന്റെ നാടകം നിർത്ത്. ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ അമ്മ എൻ്റെ റൂമിലെത്തിയത് ഇതിന് പിറകിൽ നീയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് വിശ്വസിക്കില്ല. നീ മതി. നീ എന്നെയും ശാലിനിയെ പിരിക്കാനാണോ അതോ എനിക്കും ശാലിനിക്കിടയിൽ വിള്ളലുണ്ടാക്കാനോ വന്നിരിക്കുന്നത്? എന്താണെങ്കിലും നീ തുറന്നു പറ എന്നിങ്ങനെ പറയുമ്പോൾ കാർത്തിക ഇങ്ങനെ അഭിനയിക്കുകയാണ് കേട്ടോ. ഇതേ സമയം എന്താ ഇവർ തമ്മിൽ ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കി പൊന്നി അങ്ങോട്ടേക്ക് കയറി വരണേ. അങ്ങനെ പൊന്നി എന്താ പ്രശ്നം എന്ന് ചോദിച്ച ഉടനെ തന്നെ അവിടെ കോഫി വേണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പൊന്നി കടന്നു വരാൻ ശ്രമിക്കുമ്പോഴേക്കും വിഷ്ണു പറയണേ, അതെ കോഫി വേണ്ട എൻ്റെ ചേച്ചി, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയട്ടോ. പിന്നീട് പൊന്നിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നണം. അങ്ങനെ പൊന്നി തിരിഞ്ഞ് നോക്കി പോകുന്നുണ്ട്. ഇതേ സമയം കാർത്തികയോട് പറയണേ, നീ വെളിയിലോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞ് മുറ്റത്തോട്ട് വിളിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ കാർത്തികയോട് പറയണേ, നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്? നീ എന്താ കരുതിയിരിക്കുന്നത്? മരണത്തിൽ നിന്ന് നിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നതിനാണോ നീ എനിക്ക് ഈ ശിക്ഷ നൽകിയിരിക്കുന്നത്? അല്ല, നിൻ്റെ ഹർഷൻ എന്ന് വരുമെന്ന് പറയുമ്പോൾ ഹർഷൻ്റെ കാര്യം ഇങ്ങനെ കാർത്തിക ഓർക്കുന്നു കേട്ടോ. ഈശ്വര, ഞാൻ പെട്ടല്ല, ഇയാൾ എന്താ ഇപ്പം ഇങ്ങനെയൊരു ചോദ്യവും ഇങ്ങനെയൊരു മനംമാറ്റവും എന്ന ഭാവത്തിൽ നിന്നിട്ട് കാർത്തിക പറയും, എന്താ വിഷ്ണുട്ടെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് വേണം? നിന്നെപ്പോലെ ഒരു മാരണത്തെ രക്ഷിച്ചതിനുള്ള ശിക്ഷയാണ് നീ എനിക്ക് തരുന്നത്. എൻ്റെ ഷാലിനി എനിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് എല്ലാവരൊക്കെ കൂടുതൽ നിനക്കറിയാം. മറ്റുള്ളവർക്ക് മുന്നിൽ എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നീ മനസ്സിലാക്കേണ്ടതല്ല. പിന്നെ നീ അമ്മയെ അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവന്നത് എന്തിനാ? ഇനി നിനക്കൊരു വാണിംഗ് ഇല്ല, ഇനി ഒരു പറച്ചിലില്ല, എൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് കാർത്തികയുടെ മുന്നിൽ നിന്ന് വിഷ്ണു അങ്ങ് കയറി പോകുമ്പോൾ അവിടെ ഞാനല്ല വിഷ്ണുവേട്ടാ എന്ന് പറയുമ്പോൾ, മതി, പറഞ്ഞത് തന്നെ പറഞ്ഞ് ആളുകൾക്ക് കണ്ട് മടുത്തിരിക്കുന്നു. എന്നാൽ ഇനി നായികയുടെ റോള് എൻ്റെ ശാലിനി തന്നെയാണ്, നീയല്ല നായിക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാർത്തിക മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്യാണ്, നായിക ഞാൻ തന്നെ, വേറെ ആരും വരില്ല ഇവിടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ശാലിനി എൻ്റെ കരണം നോക്കി അടിച്ചതിൻ്റെ വേദന ഇപ്പോഴും എൻ്റെ നിന്ന് പോയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോകുന്നു. എന്നാൽ ഈ സമയം കാർത്തികയ്ക്ക് ദേഷ്യവും വാശിയും കൂടി കാർത്തിക ഫോണെടുത്ത് മധുഷിക്ക് വിളിക്കുകയാണ്. അപ്പോൾ മധുഷിയോട് പറയാണ്, മധുഷി ഇത് ഞാനാണ് കാർത്തിക, അത് എൻ്റെ ഫോണ് കച്ചറ ഫോണെന്നല്ല, ഇവിടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, നിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്, കാർത്തികയാണെന്ന് അറിയാം, എന്തിനാണ് നീ വിളിച്ചത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ? പ്രശ്നമുണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? ഇത്തവണ പ്രശ്നമുണ്ടായിരിക്കുന്നത് വിഷ്ണുവിനാണെന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ എന്താ പ്രശ്നങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ, അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. ഈ സമയം ഇപ്പുറത്ത് ജനലിലൂടെ ഇങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഷാലിനി നിൽക്കുന്നുണ്ട്. ഷാലിനി അവിടെ എവിടെയും തൊടാതെയാണ് കേൾക്കുന്നത്, വ്യക്തമായി കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഷാലിനി എന്ത് ചെയ്യുന്നു ആരും അറിയാതെ കാർത്തികയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കാർത്തിക കാര്യങ്ങളൊക്കെ ഇങ്ങനെ മധുഷിയോട് പറയുമ്പോൾ മധുഷി പറയണേ, എന്നാൽ നീ സൂക്ഷിക്കണം, ഇത് കൈവിട്ട കളിയാണ്, അതുകൊണ്ട് തന്നെ നീ സൂക്ഷിച്ചും വേണം കൈകാര്യം ചെയ്യാൻ. എന്നാലും അയാളുടെ സ്വഭാവ വ്യത്യാസം അതെന്നെ അല്ലാതെ ഭീതിപ്പെടുത്തുന്നു, അത് പേടി തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ തന്നെ പറയണേ, എന്തായാലും നീ അയാളെ പേടിക്കേണ്ടതില്ല, അയാളെ പേടിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ സംശയം തോന്നും, അതുകൊണ്ട് ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായേക്കാം, ഇതൊന്നും കണ്ടില്ലെന്ന് വെച്ച് മുന്നോട്ട് നീങ്ങുക, അതുതന്നെയാണ് ഏറ്റവും നല്ല മാർഗം എന്ന് കാർത്തികയ്ക്ക് മധുഷി ഉപദേശിക്കുമ്പോൾ കാർത്തിക അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ കേട്ടോ. പിന്നീട് ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഇങ്ങനെ കുറച്ചൊക്കെ കേൾക്കും.
ചോദിക്കുമ്പോൾ ഷാലിനി ഇങ്ങനെ പറയാണ്, ഇവളെക്കുറിച്ച് ഒരു പൊടിപ്പും തൊങ്ങലും എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഇവൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, ഇവൾ ആരാണ് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ, എന്താണ് ഇപ്പോൾ ഇതിന് വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ ഫോട്ടോസ് എല്ലാം അനുപല്ലവിയുടെ മൊബൈലിലോട്ട് അയച്ചു കൊടുത്തിട്ട് അനുപല്ലവിക്ക് വിളിക്കാൻ കേട്ടോ. അപ്പോൾ അനു എന്ന് പറയുമ്പോൾ മാഡം പറഞ്ഞോളൂ. അതെ, ഞാൻ നിൻ്റെ മൊബൈലിലോട്ട് കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ട്, വിഷ്ണുവേട്ടൻ്റെ ഇപ്പോഴത്തെ ഭാര്യ, നീ കണ്ടു നോക്ക് എന്ന് പറയുമ്പോൾ ആ ഞാൻ കണ്ടു വ്യക്തിയെ എന്നാ പറയൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഇവളെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടണം, ഇവളുടെ വിത്ത് അത് ഫുൾ അറിയണം എനിക്ക്, ഇവൾക്ക് അച്ഛന് അമ്മ എന്നൊക്കെ ഇല്ല എന്നാണ് പറയുന്നത്. ഇവള് എല്ലാ പെണ്ണുങ്ങളും മറ്റുള്ളവരെ കീഴടക്കുന്നത് പോലെ ആ 86 85 ആ ഒരു ഇതാണ് അവൾ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഒരു സീൻ സത്യാമ്മക്ക് മുന്നിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം അതൊരു പച്ചക്കള്ളമാണെന്ന്. പക്ഷേ ഈ സത്യമാമ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ സത്യാമ്മ എത്ര പൊട്ടിയാണോ എന്ന് അനുപല്ലവി ചോദിക്കുമ്പോൾ സത്യാമ്മക്ക് എന്നെ ഒഴിവാക്കണം, അതിനുള്ള ഒരു തുറപ്പിച്ചിട്ട് കിട്ടിയപ്പോൾ ആദ്യം അങ്ങ് പിടിച്ചു തൂങ്ങി, അത്രയേ ഉള്ളൂ സത്യാമ്മ എന്നിങ്ങനെ ഷാലിനി പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനുപല്ലവിയോട് വിശദീകരിച്ച് വിവരങ്ങൾ അന്വേഷിക്കാൻ പറയുന്നുണ്ട് ഷാലിനി. ഈ സമയം സത്യയാണ് കാണിക്കുന്നത്. സത്യയും പപ്പിയുമാണ്. പപ്പി ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് സത്യ ഇറങ്ങി വരികയാണ്. അപ്പോൾ നീ എന്തത്ര നേരം വഴുകിയെന്ന് പപ്പി ചോദിക്കുമ്പോൾ മിസ്സിനെ കാണാതെ കണ്ണു വെട്ടിച്ച് വേണ്ടേ വരാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതേ സമയം ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ്, ഇന്ന് എൻ്റെ ചേച്ചിയമ്മയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ചേച്ചിയമ്മ അവിടെ ആർക്ക് എന്ത് ഉണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ്, എന്തിനും എൻ്റെ അച്ചമ്മക്ക് പോലെ ഇഷ്ടമാണ്. പക്ഷേ സത്യമ്മ അത് പറയില്ല എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞ് ആരാണ് ഈ ചേച്ചിയമ്മ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പപ്പി വാക്കുകൾ കൊണ്ടങ്ങ് മാറ്റുന്നു കേട്ടോ. ഇതേ സമയം നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് സത്യയോട് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ സത്യ ഭക്ഷണം വായിലോട്ട് വെച്ചുടനെ അങ്ങ് തുപ്പുന്നു കേട്ടോ. ഇത് കാണുന്ന പപ്പി ചോദിക്കാൻ നീ എന്തിനാ ഭക്ഷണം തുപ്പിയതെന്ന് പറയുമ്പോൾ ഇതിന് നിറച്ച് ഉപ്പാണ്. എന്ത് ഉപ്പെന്നോ, എൻ്റെ ഭക്ഷണം നല്ല രസമാണ്, എൻ്റെ ചേച്ചിയുമാണ് ഉണ്ടാക്കി തന്നത്, ഞാൻ നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് പപ്പിയുടെ വായിലോട്ട് സത്യ വെച്ച് കൊടുക്കുമ്പോൾ അയ്യോ ഇതിന് നല്ല ഉപ്പാണല്ലോ, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ അതെ എന്ന് ശാന്തേച്ചിയും ശാരദാമ്മയും മാറി മാറി ഉപ്പിട്ടിട്ടുണ്ടാവും. അതാണ് എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്, എൻ്റെ അമ്മ വലിയ ഓഫീസറാണെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, എന്ന് എൻ്റെ അമ്മ ഇല്ലാത്തതിൻ്റെ കുറവാണ് ഈ കാണുന്നത് എന്നിങ്ങനെ സത്യ പറയുമ്പോൾ അവിടെ എൻ്റെ ചേച്ചിയമ്മയുടെ ഫുഡ് വളരെ ടേസ്റ്റാണ്, ഇത് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറയുമ്പോൾ കുഞ്ഞു പറയാണ് അതെങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാൻ കഴിയും, നിൻ്റെ വിശപ്പ് മാറുമോ എന്ന് പറയുമ്പോൾ പപ്പി പറയണേ ഇനി എൻ്റെ മാറുമെങ്കിൽ എൻ്റെയും മാറും എന്ന് പറയാനിട്ടാ. അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള വായിലോട്ട് ഇട്ടില്ല. അപ്പോഴേക്കും സത്യയുടെ ഉള്ളിൽ 1000 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു വരുന്നു കേട്ടാ. ഇതേ സമയം പപ്പിക്ക് അത് പേടി വരുന്നു. നീ എന്താ ചിന്തിക്കുന്നത്, ഈ ഫുഡിൻ്റെ ടേസ്റ്റ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് ആണല്ലോ എന്നിങ്ങനെ സത്യ പപ്പിയോട് പറയുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ വന്നു. എന്നാൽ ഈ സമയം സത്യയോട് പറയാണ് പപ്പി നമുക്ക് നിൻ്റെ അമ്മക്കൊന്ന് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വിളിച്ചു നോക്കാമെന്ന് പറയണം. അങ്ങനെ അവർ ഫോൺ വിളിക്കാൻ ഒരുങ്ങാണ് കേട്ടോ. ഇതേസമയം ശാലിനി കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ് പൊന്നിയുടെ അടുത്തോട്ട്. അപ്പോൾ പൊന്നിയെ സഹായിക്കണം എന്നൊക്കെ പൊന്നിയോട് ചോദിക്കുമ്പോൾ പൊന്നി പറയാണ് അതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം കുഞ്ഞെ എന്നൊക്കെ എങ്ങനെ പറയണേ. പിന്നീട് പറയണേ നിൻ്റെ മോള് നിന്നെ കണ്ടില്ലെങ്കിൽ വിഷമിക്കില്ലേ, അവൾക്കിതൊക്കെ പരിചയമാണ്, ഞാൻ ഒരുപാട് ടൂറുകൾ പോകുന്നത് കൊണ്ട് തന്നെ അവൾക്കിതൊന്നും വിഷയമില്ല, മീറ്റിങ്ങൊക്കെ എനിക്കുണ്ടാവുന്നതല്ലേ എന്നിങ്ങനെ ശാലിനി പറഞ്ഞിട്ട് എന്നാലും കുഞ്ഞല്ലേ അവൾക്ക് ഉണ്ടാവും പരിഭവവും പരാതിയൊക്കെ. പിന്നെ അച്ഛമ്മയും ഈ പറയുന്ന അച്ഛനൊക്കെ നല്ല ലാളിച്ച് വളർത്തുന്നത് കൊണ്ട് തന്നെ അവൾക്ക് 100,000 പരിഭവങ്ങൾ ഉണ്ടാവും. അത് അവൾ അങ്ങനെ തന്നെ, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കില്ല എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ അങ്ങനെ തന്നെ എന്ന് പറയുമ്പോഴാണ് ഫോൺ കോൾ വരുന്നത്. ഇതാ വന്നിരിക്കുന്നു, സ്കൂളിൽ ലഞ്ച് ടൈമിൻ്റെ സമയമായിരിക്കും, അതായിരിക്കും വിളിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാനിട്ടാ. അപ്പോൾ അമ്മേ എന്ന് പറയാണ്. അമ്മ ഇപ്പോൾ എങ്ങനെയുണ്ട് ടൂറൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മേ, എന്താ മോളുടെ വിശേഷം, മോള് ലഞ്ച് കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് എൻ്റെ ലഞ്ചിൻ്റെ കാര്യം അമ്മ പറയാതിരിക്കാൻ നല്ലത്, അതെന്ത് പറ്റിയെന്ന് ഷാലി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ ഇന്ന് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ അപ്പിടി ഉപ്പാണ്, ഉപ്പ് കൂടി കഴിക്കാൻ കഴിഞ്ഞില്ല, അത് കേട്ട ഉടൻ തന്നെ എന്നിട്ട് എൻ്റെ മോള് എന്താ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്, അതെ എനിക്ക് പപ്പി കുറച്ച് ഭക്ഷണം തന്നു, അവളുടെ ചേച്ചിയമ്മ ഉണ്ടാക്കിയത് അത്ര. അത് കേൾട്ടുന്ന ഷാലിനി ഞെട്ടിപ്പോവാണ്. ഇതേ സമയം പപ്പി പറയാണ് നീ ലൗഡിലിടേ എന്ന് പറഞ്ഞ് അവർ രണ്ടാളും പരസ്പരം സംസാരിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.